എടാ എവിടെ ഇജിണ്ട് വായോ. ഇന്നലെ നമ്മൾ എടുത്തില്ലല്ലോ, ഒന്ന് എടുക്കാം. അത് വായ മൂടൊക്കെ ശരിയാവും. ഞാൻ സാധനം കൊടുക്കുന്നുണ്ട്, ക്യാമറ. ആ ഓക്കെ ഓക്കെ, ആ ശരി. ഈ എവിടെ ഞാനൊരു മൂഡില്. എന്ത് മൂടില്ലായിക? ഇന്നലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇന്നെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാനേ എല്ലാരും കളിയാക്കടോ. ആരിജിപ്പോ അവരെ കണ്ടിട്ടൊന്നല്ല യൂട്യൂബ് തുടങ്ങി. പിന്നെന്താ മൂടൊക്കെ പോയി. നമ്മൾ ഇത്രയും ചെയ്യുമ്പോഴേ പോയി ഭയങ്കര. പിന്നെ കുറ്റം വരെ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ നല്ലവരുണ്ടല്ലോ ഒന്ന് രണ്ട് ആൾക്കാരുണ്ടാവുള്ളൂ. അത് മതി. എവിടെ ചെന്നാലും വിക്കും കേൾക്കുന്നുണ്ട്. ഞാൻ ഇതികൂടെ കേൾക്കും, ഇതികൂടെ കൂടുക. അത് സിമ്പിൾ പരിപാടി. അത്രേ ഉള്ളൂ. കേൾക്കുമ്പോ എന്ത് നമ്മളിങ്ങനെ കിടങ്ങറായിട്ട് ചെയ്യുമ്പോഴേ പിന്നെ അതാണ് നമ്മളെന്തായിട്ടാ നമ്മള് ഇപ്പൊ ഈ രാഹുല പകലൂല അതൊക്കെ നമ്മൾ ഈ ഇതിന്റെ മേലെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന ആളുകളുണ്ടല്ലോ, അവര് രണ്ടാളും ഒരു പണിയില്ല അവർക്കൊന്നും. എന്നിട്ട് അവരിങ്ങനെ പിന്നെ നമ്മളതൊന്നും ശ്രദ്ധിക്കണ്ട. സർവേഴ്സിന്റെ കണ്ണും ഒരുപാട് ആൾക്കാർ എത്ര കമന്റ്സ് ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും വന്ന് ഇപ്പൊ ഒരു കാലത്ത് നമ്മൾ ഇതേപോലെ അവരെ കാട്ടി വലിയ ആൾക്കാരോ. നമ്മൾ ചെയ്യാതെ വെച്ചിട്ട് നല്ല കണ്ടന്റ് ഒക്കെ ചെയ്യാം. നമ്മള് യൂട്യൂബിലിടാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്നുണ്ടോ അത്രയുള്ളൂ. പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമ്മളെ ആൾക്കാർ കാണും, കണ്ടിട്ട് അത് സപ്പോർട്ട് ചെയ്യണൊക്കെ കുഴപ്പമില്ല, ഞങ്ങള് ചെയ്യുന്ന ഇത് അടിപൊളി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ സംഭവിച്ചാലേ നമ്മളോട് ഇവിടുന്ന് ഇതാക്കിയിട്ട് പോകും. അപ്പുറത്ത് പോയിട്ടാണേ അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവർക്ക് എന്തായാലും ഇപ്പൊ ഇതിനോടൊരു ഇതുണ്ടാവില്ല. മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, വെറും കുറ്റം മാത്രം കാണുന്ന ആൾക്കാരുണ്ടാവും. അവർ കുറ്റം മാത്രമേ പറയുള്ളൂ. അതെ, ഞാൻ നമ്മളെ കുറ്റം പറയുന്നുണ്ടെങ്കിലോ അത്രത്തോളം ആര് നമ്മൾ ഉയർന്നതിന്റെ അർത്ഥം. അത് ഇതിപ്പോ ആലോചിച്ചോക്ക്. ഇതിപ്പോ ഇന്നലെ പത്രത്തോളം എന്നോട് നല്ലൊരു സൂപ്പർ കണ്ടന്റ്. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓനെ വിളിച്ചു എത്തിയിട്ട് ഓന്റെ വീട്ടിൽ നിന്ന് എടുത്തോളൂ. ഞാനേ നല്ലൊരു അടിപൊളി കണ്ടന്റ് തന്നെയായിരുന്നു. പക്ഷെ അത് ഞാന് പിന്നെ ഒന്ന് രണ്ടാളെ ഈ ഇത് കേട്ടപ്പോഴേ അത് മെയിൻ ചെയ്യണ്ട. ഞാന് പണി സ്ഥലത്ത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ ഈ ചോറില് കാണുന്ന എന്താ ഒരു കല്ല് കണ്ടെടുത്താണ്ട് പുറത്തേക്ക് ഇടാ. ഇനിയിപ്പോ ഇങ്ങനെ ടെൻഷൻ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ടെൻഷൻ ഒന്നും കയറാം. ഞാനേ നമ്മളൊരു കണ്ടന്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് വന്നതായിരുന്നു. നല്ല അടിപൊളി സാധനം എടുത്തിട്ടാണ്. പക്ഷെ അത് ചെയ്യാറെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇത് കേട്ടപ്പോ ഞാൻ പറഞ്ഞ വിഷമം അവിടെ കൊണ്ടിരിക്കും. പിന്നെ കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ക്യാമറ തുറന്നിട്ട് പറയുന്നവര് പറയട്ടെ, എനിക്ക് താല്പര്യം പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോ വേറെ നോക്കണ്ടല്ലോ, വേറെ ഇപ്പൊ എന്താ ചെയ്യാ? താല്പര്യമില്ലായിട്ടല്ലടാ. എന്തായാലും നമുക്ക് നമുക്ക് ചെയ്യാം. കണ്ടന്റ് ഇന്നിപ്പോ ചെയ്യാൻ ടൈം ഉണ്ടാ? ഇനിയിപ്പോ ഇന്ന് വേണ്ടല്ലോ, നാളെ. ഞാൻ പകല് പണി, രാത്രി നമ്മൾ ഈ വീഡിയോ ഇപ്പൊ പകല് നേരമില്ലാത്ത കാരണം ഇപ്പൊ രാത്രിയാണല്ലോ വീഡിയോ എടുക്കുന്നത്. നമ്മളെ ചുറ്റുപാടുള്ള നമ്മള് ഈ സംഭവം ചെയ്യുമ്പോ ചുറ്റുപാട് ഒന്നും നോക്കണ്ട, ശ്രദ്ധിക്കേ വേണ്ട. നമ്മള് മുന്നോട്ട് പോകാൻ തന്നെ ഉള്ളൂ. പറയുന്നവര് പറഞ്ഞോട്ടെ. ഏത് മേഖലയിലുണ്ടല്ലോ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായി. അറിയാണ്ട് നമ്മള് മുന്നേറില്ല. അതെ, പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞപ്പോ ഈ എനിക്കൊരു നിരാശ ഉണ്ടാവും വിചാരിച്ചു. പിന്നെ പിന്നെ ഉഷാറ. പിന്നെ ഒരു കാര്യം ഇനിയിപ്പോ നമ്മള് വീഡിയോ എടുത്തിട്ട് സാധനം കൊടുക്കുള്ളൂ, ക്യാമറ കൊടുക്കുള്ളൂ. നമുക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് തന്നാണ്. കുഴപ്പമില്ല. നാളെ അപ്പൊ നാളെ ഇനി സൂയിപ്പാക്കരുത്. ഇല്ല, നമുക്ക് നാളെ എടുക്കാം. ഞാനൊക്കെ കേട്ടപ്പോ അത് വിഷയക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇതിവിടെ കേക്ക് ഇതിവിടെ ആയിക്കോട്ടെ. ഞാനിപ്പോ ഇവിടെ വേറെ സ്ഥലം നോക്കണം. ഇല്ല, നമുക്ക് വേറെ സ്ഥലം ഈ പകലൊഴിവില്ലാത്ത പറഞ്ഞപ്പോ ഈ പ്രശ്നം മണിയുണ്ടല്ലോ. അതന്നെ ഞാനിപ്പോ ഇതിനോട് അത്രക്കും ഒരു സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങണത്. ഞാൻ പറഞ്ഞല്ല നമുക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാൻ. അപ്പൊ ശരി എന്നാ. അപ്പൊ നാളെ നമുക്ക് ഇന്നിപ്പോ വഴി കഴിഞ്ഞിപ്പോ നാളെ കുറിച്ച് നേരത്തെ ഇറങ്ങാം നമുക്ക്. ആയിക്കോട്ടെ, നാളെ. ഓക്കെ, അപ്പൊ നോക്കുന്ന ശരി. ശരി, ഞാൻ പറഞ്ഞ വിഷമമായില്ലോ. വിഷമം ഞാൻ ഇന്റെ കാരണം ക്യാമറ കയറ്റി വന്നിട്ട് നമുക്ക് കേൾക്കാനുള്ള എന്തായാലും കേൾക്കാൻ വേണ്ടി കാര്യമില്ല. അപ്പൊ നമ്മള് പതറാതെ മുന്നോട്ട് തന്നെ പോകണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ശരി, നമ്മൾ രക്ഷപ്പെടും. ഓക്കെ.